ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പനിയാരവും അതിന് ചേരുന്ന തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ പൊട്ടുകടല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവാള ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. എരിയുടെ ആവശ്യത്തിന് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് വീണ്ടും നമുക്ക് വഴറ്റുക. കറിവേപ്പില 2 തണ്ടെടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇത് മുട്ട പനിയാരം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറവുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പം നമ്മൾ 2 മുട്ട എടുക്കുമ്പോൾ ഒരു 4 കയ്യിൽ ഇഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് എടുക്കാം. ഞാൻ 2 മുട്ട എടുത്തുകൊണ്ട് തന്നെ 4 കയ്യിൽ ഇഡലി മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മുരുമുരാന്നിരിക്കും. ഇനി ഞാൻ ഈ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം ഒരു 10 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. ഒരു പാനിൽ വീണ്ടും എടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള ഇങ്ങനെ ചുവന്ന നിറം ആവണമെന്നൊന്നുമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ഇടാം. സാധാ ഉപ്പിട്ടാലും മതി. ഇനി ഒരു വലിയ തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിതിൽ എരിയുടെ ആവശ്യത്തിന് ഒരു 6 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. വാളൻ പുളിയാണ്. അതുകൂടെ എടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്ത് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് കടുക് താളിച്ചൊഴിച്ചാൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി പനിയാരം ഉണ്ടാക്കിയാലോ. അപ്പം നമ്മുടെ മാവെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചട്ടി ചൂടാക്കി, പനിയാരത്തിൻ്റെ ചട്ടിയാണ്, അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ ഇങ്ങനെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം മീഡിയം തീയിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതുപോലെ കോരിയെടുക്കാം. ഇതേപോലെ ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ അതിൽ കുത്തി ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത സെക്ഷൻ ഇട്ടു. ഇങ്ങനെ ബാക്കിയുള്ള മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 28 മുട്ട പനിയാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.